all, welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് തീയലാണ്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി എടുത്തേക്കുന്നത് ഒരു തേങ്ങയാണ്, പിന്നെ 2 തണ്ട് കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ചീരകം, ഉലുവ, ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. നമുക്ക് നന്നായിട്ടത് വറുത്തെടുക്കാം. നമുക്കിനി 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ വയനാട്ടിലായതുകൊണ്ടാണ്, ഇവിടുത്തെ നല്ല തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്നത്. നമ്മൾ 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടായിട്ട് നമുക്കിനി കടുകിട്ട് കൊടുക്കാം. ഉലുവയും കൂടി ഇടുകയാണ്. കുറച്ച് കറിവേപ്പില, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തതിലേക്ക് ചെറുതാക്കി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ എരിവിന് ആവശ്യമനുസരിച്ച് നമുക്ക് എടുക്കാം. നമ്മൾ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, എടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ 2 തക്കാളിയാണ് എടുത്തേക്കുന്നത്. നല്ല ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തേക്കുന്നത്, സ്ലൈസായിട്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം നമുക്ക് മസാലയൊക്കെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൊഞ്ച് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മൾ വറുത്ത് അരച്ച തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു തേങ്ങ മൊത്തമാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് അരച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് ഇളക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബ്രൗൺ കളർ കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഒരു ടേബിൾ സ്പൂൺ വാളംപുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ഇറക്കി കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ലാസ്റ്റിന് ഒരു തണ്ട് കറിവേപ്പില മുറിച്ചതും കൂടെ നമുക്കിത് മൂടി വെക്കാം.